എവിടെ താമസിക്കുന്നവരാണെങ്കിലും ഒരാൾ മലയാളിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിയമപരമായ രേഖയായ കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി മുൻ ചീഫ് സെക്രട്ടറി വി.പി. ജോയ് അധ്യക്ഷനായ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ ലോജിസ്റ്റിക്സ് വികസനത്തിനായി 3 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 2000 കോടി രൂപയുടെ കരാറിൽ സർക്കാർ ഒപ്പിട്ടു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. കലാവേദി ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. കൊച്ചി മെട്രോ തൂണിൽ 15 ദിവസമായി കുടുങ്ങിക്കിടന്ന സുഭാഷ് എന്ന പൂച്ചയെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 26 വരെ മഴ തുടരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലെ 2 ബസുകൾ ഉൾപ്പെടെ 3 വാഹനങ്ങൾ പുലർച്ചെ തീപിടിച്ച് നശിച്ചു. അട്ടിമറി സാധ്യത പോലീസ് അന്വേഷിക്കുന്നു. ബി.ജെ.പി. നേതാവും മുൻ എം.എൽ.എയുമായ പി.സി. ജോർജ് മഹാത്മാഗാന്ധിക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങൾ ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അധിക്ഷേപങ്ങൾ നടത്തിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ പോരാട്ടം കൊണ്ടല്ല, മറിച്ച് ഭരണം ലാഭകരമല്ലാതായപ്പോൾ ബ്രിട്ടീഷുകാർ സ്വയം രാജ്യം വിട്ടുപോയതാണെന്ന് ജോർജ് വാദിച്ചു. വ്യക്തിപരമായി അദ്ദേഹം ഗാന്ധിജിയെ അധിക്ഷേപിച്ചു. ഗാന്ധിജി ദൈവം തമ്പുരാനാണോ എന്ന് പരിഹസിച്ച അദ്ദേഹം ഗാന്ധിജി 2 യുവതികളുടെ തോളിൽ കൈവച്ച് നടന്നിരുന്നതിനെക്കുറിച്ചും മോശം രീതിയിൽ സംസാരിച്ചു. ഉപ്പുണ്ടാക്കിയാൽ ബ്രിട്ടീഷുകാർ നാടുവിടുമോ എന്ന് ചോദിച്ച അദ്ദേഹം ചരിത്രപ്രധാനമായ സമരങ്ങളെയും തള്ളിക്കളഞ്ഞു. രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് പി.സി. ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് വസന്ത് തെങ്ങുംപള്ളി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് താനാണെന്ന് പി.സി. ജോർജ് അവകാശപ്പെടാത്തത് നമ്മുടെ ഭാഗ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിഹസിച്ചു. പൂഞ്ഞാറിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോർജ് തീവ്ര വലതുപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.